ഗഡിയോളെ ഇത് കണ്ടപ്പം മനസ്സിലായിണ്ടാവും ഇന്ന് എന്തുട്ടുണ്ടാക്കാൻ പോണെന്ന്. നമ്മുടെ മലയാളികളുടെ വികാരമായ കരിമീൻ പൊളിച്ചത്. തെറ്റി പറഞ്ഞല്ല, കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. കരിമീൻ പൊളിച്ചത് സൂപ്പർ പൊളി സാധനമായിട്ടുണ്ട്. ഇത് കണ്ട എൻ്റെ സുന്ദരിക്കുട്ടി എന്നിട്ട് നന്നാക്കണേ. ഇത് ഇപ്പോഴത്തെ പിള്ളേർക്ക് പറ്റുമോ? ഇതിങ്ങനെ നന്നാക്കാൻ പറ്റില്ല. ആളുടെ പോലെ സിമ്പിളായിട്ട് നന്നാക്കാൻ ആർക്കും പറ്റില്ല കേട്ടാ. ഇതാ അടുത്തത് നമ്മുടെ ഒരു പ്രകൃതിയുടെ ഒരു ചെറിയ വീഡിയോ. ഇതിങ്ങനെ മഴക്കാലത്ത് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇതാ അമ്മ ഇരുന്ന് ഉണ്ടാക്കണു. കട സാധനമുണ്ട് കേട്ടാ. ആള് അമ്മാമ്മയുടെ മാതിരിയൊക്കെ പരിശ്രമിക്കുന്നുണ്ട് കിടന്നിട്ട്. എത്താണ്ട് കുറച്ച്. ഇവിടെ നമ്മുടെ പൂച്ച ഒന്ന് നോക്കുന്നുണ്ട്, ഇന്നങ്ങനെ കിട്ടുമോ. അങ്ങനെ പൊളിച്ച് സാധനം ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മള് ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ മസാല ഒന്ന് തിരുമ്പി എടുക്കുക. അതിനുശേഷം ഇവിടെ വരഞ്ഞെടുത്ത കരിമീൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഓടിപ്പിടിപ്പിക്കണ പോലെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. കാണിത് തീർന്നു വരുമ്പോൾ തന്നെ വായിൽ കൊതിയാവുമായിരുന്നു കേട്ടോ. സൂപ്പർ സാധനം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ വാവ് എന്താ നോക്ക്. നമ്മളിതാ തേമ്പി പിടിപ്പിക്കണ്ട കേട്ടാ. എല്ലാത്തുമ്മിലും തേമ്പി പിടിപ്പിച്ചു. വാഴ വെട്ടാൻ പറഞ്ഞപ്പോ പോണ പോക്കാ. കണ്ട ഒരാളെ തല വെട്ടിടാൻ പോണ പോലെ ഉണ്ട്. അന്നില്ല കേട്ടാ, പാവാണ്. വാഴ വെട്ടാൻ പോകാ. അതാ വെട്ടി പോയി. അത് വെട്ടി എങ്ങനെ വെട്ടി പോയിട്ടുണ്ട്. നല്ല വെതറാണ്, നല്ല ചാറ്റൽ മഴയും എല്ലാം ആയിട്ടാണ്. ഇപ്പോൾ ഒരു ചെമ്മീൻ കറിയും കരിമീൻ പൊള്ളിച്ചതും അടിക്കാന്ന് വിചാരിച്ച്. എന്തൊക്കെ പറഞ്ഞാലും പപ്പ വറുത്ത അതിനൊരു വേറെ ടേസ്റ്റാണ്. ചൂടായി വന്ന് എണ്ണ വെച്ച് അയക്കായി വാഴ ഇറക്കി വെച്ച് പപ്പ പരിപാടി തുടങ്ങി. സീൻ സാധനം ഉണ്ട് കേട്ടോ. പപ്പ വറുത്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. മുട്ടയാണെങ്കിലും മീനാണെങ്കിലും ആള് വറുക്കണതിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ പൊരിക്കണതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. മീൻ വറക്കുമ്പോഴും പൊള്ളിക്കുമ്പോഴും വേപ്പലില്ലാണ്ട് എന്തുട്ടില്ലേ, അതിൻ്റെ മണമില്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു സുഖമില്ല. അതങ്ങടെ പടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ ഒരു വാഴയും കൂടി വെച്ച് അതങ്ങടെ മൂടി വെച്ചത് ഒന്ന് സെറ്റായി വരണ്ടേ. നമ്മുടെ സാധനം സൂപ്പർ സാധനം റെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മണ്ണടിച്ചിട്ട് കുട്ടി വന്നിട്ട് എത്തിച്ച് നോക്കി പോകുന്നുണ്ട്. കുറച്ച് നേരമായി വന്നിട്ട് ഇതിനെ ചുറ്റിപ്പറ്റി നിന്ന് പോകും. കുറേ നേരം പൂച്ചയായിരുന്നു പുറത്ത് കിടന്നിട്ട് നോക്കിയായിരുന്നേ. അപ്പോൾ കുട്ടുമോൻ്റെ വകയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഫ്ലിപ്പിങ് കർമ്മത്തിലേക്കാണ്. പപ്പയുടെ വക അത് ഫ്ലിപ്പ് ചെയ്തെടുത്തു. സൂപ്പർ സാധനം. അത് കിട്ടിയ ശേഷം തന്നെ ഒന്ന് നമ്മുടെ ചെമ്മീൻ കറി മുകളിൽ കൂടെ ഒഴിച്ച് ഒരു പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ പൊള്ളിച്ചതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാഴ വാട്ടിയതിൻ്റെ മണം വരുമ്പോൾ ഉണ്ടല്ലോ, അത് തന്നെ തിന്നാൻ തോന്നും. ഈ സബോള അരിഞ്ഞത് മുകളിൽ കൂടെ വെച്ച് ഒരു നാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ ആയിഷ് ഒരു പിടിക്കുക. നമ്മളവിടെ കരിമീൻ പൊള്ളിക്കുന്നത് പപ്പയുടെ വക നടക്കുമ്പോൾ അപ്പുറത്ത് അമ്മയുടെ വക, അമ്മയുടെയും വക ചെമ്മീൻ കറി റെഡി ആയിട്ട് അതാ സാധനം. അതൊന്ന് മേശമയ്ക്ക് എത്തേണ്ട താമസം, അതിനുള്ള വെയിറ്റിംഗ് ആട്ടാ. ആ ഗ്യാപ്പിലാണ് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടേക്കണം. നല്ല മഴയായിരുന്നു, ചാറ്റലും നല്ല ഗംഭീരമായിട്ട്. അപ്പോൾ നമുക്കൊന്ന് പിടിക്കാം. ശരി എന്നാ.